ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 44-ാമത്തെ ആയത്ത്. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. ജനങ്ങളോട് പുണ്യം കൽപ്പിക്കുകയും സ്വന്തത്തെ നിങ്ങൾ മറന്നുകളയുകയുമാണോ? വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരുമാണോ നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല? أتأمرون الناس بالبر وتنسون أنفسكم. أتأمرون الناس നൂനിന് ഷദ്ദുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഓതുക. وتنسون أنفسكم وأنتم. ഈ ഭാഗത്ത് 3 സ്ഥലത്ത് ഇഖ്ഫാ ചെയ്യാനുണ്ട്. മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് നൂനിനെ ഓതേണ്ടത്. വതസൗന അൻഫുസകും അൻതും 3 ഒരുപോലെയാണ് ഓതേണ്ടത്. തത്ലൂനൽ കിതാബ് നിർത്തുമ്പോൾ കിതാബ് എന്ന് മുഴങ്ങിക്കൊണ്ട് കേൾക്കണം. അഫലാ തഅഖിലൂൻ. ബ റ റാ ത്രയാക്ഷരങ്ങളിൽ നിന്ന് നിഷ്പന്നമായ ബിർ എന്ന പദത്തെയാണ് പുണ്യം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാത്തരം പുണ്യങ്ങളെയും നന്മകളെയും സമഗ്രമായി ഉൾക്കൊള്ളുന്ന പദമാണത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും കരാറിലേർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വൈഷമ്യങ്ങളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ് ബിർ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. 2-ാം അധ്യായം 177-ാം സൂക്തത്തിൽ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ബിർ നേടാനാവില്ല എന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. 3-ാം അധ്യായം 92-ാം സൂക്തം. പാപത്തിന്റെ ഇസ്മ വിപരീതം എന്ന നിലയിലും ബിർ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. 5-ാം അധ്യായം 2-ാം സൂക്തം. പുണ്യം എന്താണെന്നും പാപം എന്താണെന്നും ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും പുണ്യത്തിലേക്ക് അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ടത് വിവരമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിനാൽ ദാവൂദും ഈസയുമെല്ലാം യഥാരൂപത്തിൽ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഇസ്രായേല്യരെ ശപിച്ചതായി ഖുർആൻ പറയുന്നുണ്ട്. 5-ാം അധ്യായം 78-79 സൂക്തങ്ങളിൽ. ഈ ഖുർആൻ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളിൽ മതം ജീർണമായത് ഇങ്ങനെയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്യും. അത് കാണുമ്പോൾ മറ്റൊരാൾ പറയും, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നീ ചെയ്യാൻ പാടില്ലാത്ത ഇക്കാര്യത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. അടുത്ത ദിവസം അയാൾ അതേ തെറ്റ് ആവർത്തിക്കും. അയാളോടൊപ്പം ഇരുന്ന് തിന്നുന്നതിൽ നിന്നും കുടിക്കുന്നതിൽ നിന്നും കൂട്ടുകൂടുന്നതിൽ നിന്നും ഒന്നും അത് മറ്റേയാളെ തടയുകയില്ല. ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ അവരോട് കൂട്ടം കൂടിയവരുടെ തിന്മകളിലേക്ക് അവരുടെ മനസ്സ് ചാഞ്ഞു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് സുനന് അബീ ദാവൂദിൽ ഹസനായ പരമ്പരയോടെ നിവേദനം ചെയ്തത്. നന്മ കൽപ്പിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് തങ്ങൾ കൽപ്പിക്കുന്നതെന്തോ അത് പ്രാവർത്തികമാക്കി മാതൃകയാവുക എന്നത്. സ്വന്തം ജീവിതത്തിൽ പകർത്താത്ത കാര്യങ്ങൾ എത്ര തന്നെ ഉത്തമമായ തത്വങ്ങളാണെങ്കിലും അത് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പ്രവർത്തിക്കാത്തത് പറയരുതെന്നും അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ കോപമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഖുർആൻ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസ്താവിക്കുന്നുണ്ട്. 61-ാം അധ്യായം 2-3 സൂക്തങ്ങൾ. സ്വന്തം ജീവിതത്തിൽ പകർത്താത്ത സതുപദേശങ്ങൾ വഴി സമൂഹത്തിൽ കാര്യമായ സ്വാധീനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. റബ്ബിമാർ വലിയ ഉപദേശകരായിരുന്നു. അവരുടെ ഉപദേശങ്ങളിൽ പലതും അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കിയിരുന്നില്ല. ഇക്കാര്യമാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവും റബ്ബിമാരെ കുറിച്ച് ഇക്കാര്യം തന്നെ പറഞ്ഞതായി ബൈബിളിൽ കാണാം. നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചുകൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം
ഇവരെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ 2 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. പ്രാവർത്തികമാക്കാത്തത് പറയരുത് എന്ന ഉപദേശത്തിൽ നിന്ന് എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നവർ മാത്രമേ മറ്റുള്ളവരോട് നന്മ ഉപദേശിക്കുവാൻ പാടുള്ളൂവെന്ന് ധരിച്ചുകൂടാത്തതാണ്. 100% നന്മ നിറഞ്ഞവരായി ജീവിക്കുന്നവർക്കേ നന്മകൾ ഉപദേശിക്കുവാനുള്ള അവകാശമുള്ളൂവെന്ന് കരുതിയാൽ പ്രവാചകന്മാരൊഴിച്ച് മറ്റാരും അക്കാര്യത്തിന് അർഹരല്ല എന്ന അവസ്ഥയാണുണ്ടാവുക. നന്മകൾ നിറഞ്ഞ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ നന്മകളിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നതായിരിക്കണം വിശ്വാസികളുടെ നിലപാട്. നന്മ പറയാൻ മാത്രമുള്ളയാളാണ് താൻ, അനുസരിച്ച് ജീവിക്കേണ്ടത് പ്രബോധിതരാണ് എന്ന റബ്ബിമാരുടെ സമീപനത്തെയാണ് ഖുർആൻ വിമർശിക്കുന്നത്. താൻ പരിപൂർണനല്ലാത്തതിനാൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ അർഹനല്ല എന്ന ചിന്ത പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പിശാച് വിശ്വാസി മനസ്സുകളിൽ ഇട്ടുകൊടുക്കുന്നതാണെന്നും അതിനെതിരെ ജാഗരൂകരാകണമെന്നും പണ്ഡിതന്മാർ ഉപദേശിച്ചിട്ടുണ്ട്. താബിഈ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ലാഹിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവം നോക്കുക. അദ്ദേഹം ഒരിക്കൽ മുത്തരിഫ് ഇബ്നു അബ്ദുല്ലായോട് പറഞ്ഞു, താങ്കൾ കൂട്ടുകാർക്ക് സാരോപദേശം നൽകിയാലും. മുത്തരിഫ് പ്രതിവചിച്ചത് ഇങ്ങനെയാണ്: പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. ഹസനുൽ ബസരി പറഞ്ഞു, അള്ളാഹു താങ്കളോട് കരുണ കാണിക്കട്ടെ. പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കിയവരായി നമ്മിൽ ആരാണുള്ളത്? ഈ ചിന്ത വഴി താങ്കളുടെ വഴി ജയിച്ചടക്കാമെന്നും അങ്ങനെ അവസാനം നന്മ കൽപ്പിക്കുകയോ തിന്മ വിലക്കുകയോ ചെയ്യുന്നവരായി ആരുമുണ്ടാകാത്ത അവസ്ഥ സംജാതമാക്കാമെന്നുമാണ് പിശാച് മോഹിക്കുന്നത്. തഫ്സീർ ഖുർത്തുബിയിൽ 1/368. തങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടതില്ലെന്ന് കരുതുന്നവർക്ക് മതം ചൂഷണോപാധിയും സ്വാർത്ഥമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മാർഗവുമായിരിക്കും. അപ്രായോഗികമായ മതനിയമങ്ങൾ പ്രസംഗിക്കുവാൻ അവർക്ക് യാതൊരു മടിയുമുണ്ടാവില്ല. തങ്ങളേതായാലും ആ നിയമങ്ങൾ പിന്തുടരാൻ പോകുന്നില്ലെന്ന് അവർക്കുറപ്പാണ്. അത്തരം നിയമങ്ങൾ വഴി അനുയായികളെ പ്രയാസപ്പെടുത്തി തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിലായിരിക്കും അവരുടെ ശ്രദ്ധ. മതം അപ്രായോഗികമായി അനുയായികൾക്ക് അനുഭവപ്പെടുന്നതിൽ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. മതനിയമങ്ങളിൽ ഇല്ലാത്ത കാർക്കശ്യം സൃഷ്ടിക്കുകയാണ് അവർ ചെയ്യുക. തങ്ങൾ സൃഷ്ടിക്കുന്ന നിയമങ്ങളുടെ ചുമടുകൾ താങ്ങുക സ്വന്തത്തിന്റെ ബാധ്യതയല്ലെന്നാണ് അവർ കരുതുന്നത്. നിയമങ്ങൾ താങ്ങാൻ കഴിയാത്ത അനുയായികളുടെ നെടുവീർപ്പുകളെ അവരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളാക്കി തീർക്കുകയാണ് പുരോഹിതന്മാരും പണ്ഡിതന്മാരും ചെയ്യുക. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല എന്ന് ക്രിസ്തു പറഞ്ഞത് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലെ 4-ാം വാചകം ഇത്തരക്കാരെ കുറിച്ചായിരിക്കണം. തൗറാത്തിലും ഇഞ്ചീലിലും സന്തോഷവാർത്ത അറിയിച്ച അന്തിമ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കിവെക്കുകയും ചെയ്യുന്നുവെന്ന് ഖുർആൻ 7-ാം അധ്യായം 157-ാം സൂക്തത്തിലൂടെ പ്രസ്താവിച്ചത് ശ്രദ്ധേയമാണ്. തങ്ങൾക്ക് പ്രയോഗത്തിൽ വരുത്താനാവാത്ത നിയമങ്ങൾ മതത്തിന്റെ പേരിൽ മനുഷ്യരുടെ തലയിൽ കെട്ടിവെക്കുക വഴി പൗരോഹിത്യമുണ്ടാക്കിയ ഭാരങ്ങളും വിലങ്ങുകളും ദൈവിക വെളിപാടുകളുടെ വെളിച്ചത്തിൽ ഇറക്കിവെക്കുകയാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരുമാണ് നിങ്ങൾ എന്ന അംഗീകാരത്തിന് ശേഷം ഉടനെ തന്നെയുള്ള നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല എന്ന ചോദ്യം ശ്രദ്ധേയമാണ്. 42-ാമത്തെ വചനത്തിലെ നിങ്ങൾ അറിവുള്ളവരുമാണല്ലോ എന്ന പ്രസ്താവനയുടെ വിശദീകരണമാണ് നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരുമാണ് എന്ന അംഗീകാരം. ഇസ്രയേല്യരുടെ പക്കൽ വേദഗ്രന്ഥങ്ങളുടെ ഒരു ഭാഗമുണ്ട്. അവരത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അവർ പഠിക്കുന്ന പാഠങ്ങൾക്ക് നേർവിപരീതമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നിരന്തരമായി വേദഗ്രന്ഥം വായിക്കുന്നവരായതിനാൽ യഹൂദ പുരോഹിതന്മാർ അറിവുള്ളവരാണെന്ന് പറയാം. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും എന്താണ് പുണ്യമെന്നും എന്താണ് പാപമെന്നും അവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ അവർ സത്യം മറച്ചുവെക്കുന്നു, ശരിയും തെറ്റും കൂട്ടിക്കുഴയ്ക്കുന്നു, മതനിയമങ്ങൾ പ്രസംഗിക്കുന്നു, സ്വജീവിതം മതമനുസരിച്ച് നയിക്കുന്നില്ല. മതത്തിന്റെ പേരിൽ അവരുണ്ടാക്കിയ പ്രയാസകരമായ നിയമങ്ങൾ സാധാരണക്കാരെ മതത്തിൽ നിന്ന് അകറ്റുന്നു. അതുവഴി റബ്ബിമാർ മതം ദുഷ്കരമാക്കി തീർക്കുന്നു.
തങ്ങളുടെ ദുഷ്ചെയ്തികൾ കൊണ്ടുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. അവർക്ക് വിവരമുണ്ട്, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. വേദജ്ഞാനം കൊണ്ട് തുളുമ്പുന്നതാണ് അവരുടെ തലച്ചോറ്, പക്ഷേ മതത്തിന്റെ സൗരഭ്യം അവരുടെ വർത്തനങ്ങളിലില്ല. മസ്തിഷ്കത്തിൽ മതമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ നിന്ന് മതം പുറത്തു വരുന്നില്ല. ഹൃദയത്തിൽ മതമുണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾ ചെയ്യുന്നതിന്റെ വരും വരായികകളെക്കുറിച്ച് അവർ ചിന്തിക്കുമായിരുന്നു. മതത്തെ അപ്രായോഗികമാക്കുന്നതിന്റെ അപകടങ്ങൾ അവർക്ക് മനസ്സിലാകുമായിരുന്നു. അറിവ് മാത്രം പോരാ, പണ്ഡിതന്മാർക്ക് ചിന്താശേഷി കൂടി വേണമെന്നും അതില്ലാത്തവർ മതത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുകയെന്നുമുള്ള പാഠം ഈ വചനങ്ങളിലുണ്ട്. നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല എന്ന ചോദ്യം ഇസ്രായേലിലെ വിജ്ഞാനികളോടുള്ളതാണ്. തങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനാകാത്ത മതനിയമങ്ങൾ നിർമ്മിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്ന റബ്ബിമാരോടുള്ള ചോദ്യം. പ്രാവർത്തികമാക്കാൻ കഴിയാത്ത രൂപത്തിൽ മതനിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും മതജീവിതം ദുസ്സഹമാണെന്ന ധാരണയുണ്ടാക്കുകയും അതുവഴി സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് മതമെന്ന വിചാരം സൃഷ്ടിക്കുകയും ചെയ്യുന്ന എക്കാലത്തുമുള്ള വിജ്ഞാനികളോടും ഇതേ ചോദ്യം പ്രസക്തമാണ്. ദൈവികമായ വിധിവിലക്കുകൾ ആളുകളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതല്ല, ധാർമ്മിക ജീവിതത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. വ്രതാനുഷ്ഠാനത്തിലെ ഇളവുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. 2-ാം അധ്യായം 185-ാം സൂക്തം എന്ന ഖുർആനിന്റെ പ്രസ്താവന മതത്തിന്റെ പ്രായോഗികതയെയും വിശാലതയെയുമാണ് വെളിപ്പെടുത്തുന്നത്. മതനിയമങ്ങൾ ആളുകളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതല്ല, അവർക്ക് നന്മ നിറഞ്ഞ ജീവിതം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രബോധകരോടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ രംഗത്തെ ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ എളുപ്പമാക്കുക, പ്രയാസകരമാക്കരുത്. സന്തോഷവാർത്ത അറിയിക്കുക, ഭയപ്പെടുത്തി ദൂരെയാക്കരുത്. മനുഷ്യരെ ശാന്തരാക്കുക, ഭീതിപ്പെടുത്തി അകറ്റാതിരിക്കുക. രണ്ടും അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതാണ്.